അദ്ദേഹം വാദിയെ പ്രതിയാക്കാനാണ് ശ്രമിച്ചത്. മന്ത്രിക്ക് ആദ്യം തള്ളലായിരുന്നു, പിന്നെ പാതയിലെ വിള്ളൽ വന്നു, ഇപ്പോൾ അതിൽ ജനങ്ങളിലുള്ള പ്രതിഷേധം അറിയിച്ചപ്പോൾ തുള്ളലായിട്ട് മാറി. കുരിയാട് കേരളത്തിലാണോ? അദ്ദേഹം ഉത്തരം പറയണം. ഇന്നലെ വരെ നമ്മൾ കണ്ടതെന്താണ്? ദേശീയപാതയുടെ പേരിൽ അദ്ദേഹം എത്രയോ തവണ അവകാശവാദങ്ങൾ, സന്ദർശനം, വിലയിരുത്തൽ, അവലോകനം, സമയബന്ധിതമായി തീർക്കൽ, എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു മന്ത്രി റിയാസ് ഉന്നയിച്ചത്. ഇത് തകർന്ന എപ്പോഴാണ്? മഴ ആരംഭിച്ചില്ല കേരളത്തിൽ. സത്യത്തിൽ ആദ്യത്തെ മഴയ്ക്ക് ഒരു സ്ഥലത്തല്ല, ഒരു ജില്ലയിലല്ല, എല്ലാ ജില്ലകളിലും, വടക്കു മുതൽ തെക്ക് വരെ എല്ലാ ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിൽ തകർന്ന് തരിപ്പണമായി. അതിന് ഉത്തരവാദികൾ ആരാണ്? ആ ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കണം. ഇതിൻ്റെ കരാറിലൊക്കെ വലിയ അഴിമതിയുണ്ട്. കരാർ മറിച്ചു നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും പ്രതിപക്ഷമാണ് ശബ്ദമുയർത്തിയത്.